May God's name be glorified. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. I thank the Lord for giving me this opportunity to come before you and stand before the congregation and share from His word. കർത്താവിന്റെ വചനത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന് ഈ രീതിയിൽ വചനം സംസാരിപ്പാൻ കർത്താവ് അനുവദിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. From morning onwards, we are able to come into His presence and worship Him and meditate on what He has done for us and introspect ourselves. നാം രാവിലെ മുതൽ കടന്നു വന്ന് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്തെന്ന് ഓർത്ത് തന്നെത്താൻ ഒന്ന് ആലോചിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇടയാക്കി തീർച്ചു. So when we sit here, let us sit prayerfully with our open hearts that what the word wants us to believe and what word wants us to do. നാം എന്ത് വിശ്വസിക്കണമെന്നും നാം എന്ത് ചെയ്യണമെന്നുള്ളതും ദൈവവചനം നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. നാം പ്രാർത്ഥനയോട് കൂടിയിരിക്കാം. Let us be doers of the word and not hearers only. നാം ചെയ്യുന്നവരായിട്ട് തീരണം, കേൾക്കുന്നവരായി മാത്രമല്ല. So when I stand here, it's not that I'm going to do any big messages, but I'll share few things what God has enlightened me. വലിയ വലിയ മെസ്സേജസ് ഒന്നും തരാനായിട്ടിരിക്കില്ല, എന്നാൽ ചില ചിന്തകൾ എന്റെ മനസ്സിൽ വന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. When we stand here, when we speak from here, we ought to understand that we are not complete. We have our shortcomings and failures. നാം ഇവിടെ സംസാരിക്കുന്ന സമയത്ത് നാം തികഞ്ഞവരായി എന്ന് ആരും ചിന്തിക്കുന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. I also do have that, but it is Christ who strengthens me. എനിക്കും ആ രീതിയിലൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ട്, എന്നാൽ കർത്താവ് എന്നെ ബലശക്തനാകും. If you see from 2014 onwards, from the time I came here, it was Viji who was translating me. 2014. 2014 മുതൽ പ്രിയ സഹോദരൻ വന്നപ്പോൾ വിജിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. It was Bible study time, and Sabu uncle told that I should also share a few things from the book of Romans, and it was Viji who translated me. റോമൻസിന് പഠിത്തമായിരുന്നു എന്ന് സാബു പറഞ്ഞത് ഇങ്ങനെയാണ്, വിജി ദൈവജനത്തിൽ നിന്ന് താൻ റോമൻസിൽ നിന്ന് ചില ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് വിജിയാണ് എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. Afterwards in assembly, few times Sabu uncle has translated. അതിനുശേഷം കാലങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ സാബു എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. And this time I have the opportunity with Alex uncle as he's translating for me. ഇന്ന് അലക്സ് അങ്കിളുമായിട്ട് ചേർന്ന് ഈ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇടയായി. I'll start with an apology. ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് സംസാരിക്കുന്നത്. I already had a chance in the month of June. ജൂണിൽ എനിക്കൊരു അവസരം ലഭിച്ചിരുന്നു. But that time guests were there, and afterwards my exam started, so it got skipped. അന്ന് എനിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു, ഗസ്റ്റുകൾ ധാരാളം വന്നു, അങ്ങനെ അത് മുന്നോട്ട് തള്ളിപ്പോയി. This month also, starting weeks I had the chance. ഇത്തവണയും ആദ്യത്തെ മാസങ്ങളിൽ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. First weeks, and we had guests and everyone. ആദ്യത്തെ ആഴ്ച തന്നെ, എന്നാൽ അതിന് ശേഷം നമുക്ക് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. And I praise God that God has given me one chance this year to share from His word. ഈ വർഷത്തിൽ തന്നെ ഇങ്ങനെ ദൈവവചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാൻ ഒരു അവസരം ദൈവം തന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. As we have reached the end of this year, the last week, may God help us that may be able to cling on to Him and live for His name. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവിന്റെ വചനത്തോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. This would be my 5th time sharing to you all. 5ാമത്തെ തവണയാണ് ഈ രീതിയിൽ വചനം സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത്. So the title for today's message I have put it as a question. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഇതിന് ടൈറ്റിലായിട്ട് പറയാനായിട്ട് ഒരു ചോദ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. How is your faith? നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളത്? To support this, I would like to draw your attention to Colossians chapter 2 verse 7. ഇതിനു വേണ്ടിയിട്ട് ഞാൻ കൊലോസ്യൻ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. In English it reads like this: rooted and built up in Him and established in the faith as you have been taught, abounding in it with thanksgiving. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചതിനോടൊപ്പം വിശ്വാസത്തിൽ ഉറച്ചും ലോകത്തിൽ കവിഞ്ഞും ഇരിക്കും. So there what caught my attention was established in faith. വിശ്വാസത്തിൽ ഉറച്ചു എന്നുള്ള ഒരു വാക്ക് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. If I were to ask you, are you well established in your faith, what would have been your answer? ഇന്ന് നിങ്ങളോട് ഈ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ വചനത്തിൽ വിശ്വാസത്തിൽ ഉറച്ചവരാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? You need not answer me, but you can introspect yourselves. നിങ്ങൾ അതിന് ഉത്തരം എന്നോട് പറയണ്ട, എന്നാൽ തന്നെത്താൻ ആലോചിക്കുന്നതായിരിക്കും. If not, we'll read verse 8 also. 8-ാം വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. Beware lest anyone cheat you through philosophy and empty deceit, according to the tradition of men, according to the basic principles of the world, and not according to Christ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം, അല്ലാതെ ക്രിസ്തുവിനെ ഒത്തവണ്ണമല്ല. How is your faith? If your faith is not well established in Christ, it is possible that the men will cheat you. നമ്മുടെ വിശ്വാസം ഉറച്ചതല്ല, ക്രിസ്തുവിൽ ഉറച്ചതല്ല എങ്കിൽ മനുഷ്യർ നമ്മെ ചതിപ്പാൻ സാധ്യതയുണ്ട്.
While we live in this world, there's a lot of philosophy around us. നമ്മുടെ ചുറ്റും ഒരുപാട് തത്വജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. There is empty deceit and there are various traditions. പല പല പാരമ്പര്യങ്ങളുണ്ട്, നമ്മെ ചതിക്കുന്നതായിട്ടുള്ള പല രീതികളുണ്ട്. If we were to look into the definition of faith, how would we define that? നമ്മുടെ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? So faith can be defined as complete trust or confidence in someone or something. വിശ്വാസം എന്നത് ആരിലോ എന്തിലോ പരിപൂർണമായിട്ടുള്ള ഒരു വിശ്വാസം ഉള്ള ഒരു പ്രത്യാശ ആണ്. It can be also said as, a strong belief in the doctrines. അതായത് ഉപദേശങ്ങളിൽ ഉറച്ച ബോധ്യം വരിക എന്നും അതിനർത്ഥം. It is based on, the spiritual conviction rather than the proof what we get. അത് ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിലുള്ളതാണ്, അതിന് കിട്ടുന്ന പല തെളിവുകൾ കൊണ്ടൊന്നും ഉള്ളതല്ല. In one of my messages in the past, I had taken this topic, spiritual conviction. ഇങ്ങനെയുള്ളൊരു വിഷയത്തെ കുറിച്ച് ഞാൻ പണ്ട് ഒരു വിഷയം, എങ്ങനെയാണ് ആത്മീയമായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് ലഭിക്കുന്നത്? Sometimes you might also see faith and belief, it goes hand in hand. വിശ്വാസം പ്രത്യാശ belief. വിശ്വാസം എന്നുള്ളതും ഇത് രണ്ടും കൈയോട് ചേർന്ന് പോകുന്നതായിട്ട് കാണുന്നതിനായിട്ട് സാധിക്കും. Belief, if we were to explain it, it is the acceptance that a statement is true or something exists. ബിലീഫ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനെ നാം അത് ഏത് രീതിയിലാണോ അതിനെ സ്വീകരിക്കുന്നതാണ്. If we were to read Hebrews 11 verse 1, we will all the more know what is faith. വിശ്വാസം എന്തെന്നുള്ളത് എബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. Hebrews 11 verse 1. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. Now faith is a substance of things hoped for, the evidence of things not seen. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. If you go to Google and all, if you search for faith, basically what it's going to show you is the major world faiths or major world religions. ഗൂഗിളിൽ കടന്നു ചെന്ന് നമ്മൾ ഫെയ്ത്ത് എന്നുള്ള വിഷയത്തെ കുറിച്ച് ഒന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാല് ഈ ലോകത്തിലുള്ള വിവിധ വിശ്വാസങ്ങളെ കുറിച്ചാണ് അവിടെ കാണിക്കുന്നത്. Christianity, Islam, Hinduism and so on. മതങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച്, ഇങ്ങനെയുള്ള ഹിന്ദുക്കളെ കുറിച്ച് ഇതൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. And they will divide into Abrahamic religions, Indian religions or South Asian religions and goes on. 3 കാര്യങ്ങളായിട്ടാണ് അവർ തിരിക്കുന്നത്. അബ്രഹാമിന്റെ റിലിജന്, സൗത്ത് ഏഷ്യൻ റിലിജന്, ഇങ്ങനെയൊക്കെയുള്ള റിലിജൻസ് ആയിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. And when we look into the world presently where the war and everything is happening in the light of recent events, we know it's everything based on faith. നാം ഇപ്പോൾ കാണുന്ന യുദ്ധങ്ങൾ, ഈ പ്രത്യേകിച്ച് നമ്മൾ ചുറ്റും കാണുന്ന യുദ്ധങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെയും വിശ്വാസത്തിൽ നിന്നുണ്ടാകുള്ള യുദ്ധങ്ങളാണ്. And if you would look into inside India also, the people who suffer, those who get persecuted is also because of their faith. ഇന്ത്യയിൽ തന്നെ വിവിധപരമായിട്ടുള്ള മതകാര്യങ്ങളാൽ കഷ്ടപ്പെടുന്ന ഓരോരുത്തരും ഈ വിശ്വാസം മുഖാന്തരമാണ് കഷ്ടപ്പെടുന്നത്. All those details, I will not go into that. കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. Why do you need faith? എന്തിനാണ് നമുക്ക് വിശ്വാസം വേണമെന്ന് നാം പറയുന്നത്? We can say like this, it is an essential part of life. അത് ജീവിതത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. It is important because it helps us to remain strong and keep eyes on the one who gives us life. നമ്മുടെ വിശ്വാസത്തിന്റെ അർത്ഥം നമുക്ക് വിശ്വാസം തരുന്നവനിൽ നമ്മുടെ കാഴ്ച അത് ഉറച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. So why do you need faith? I'll share 2 or 3 points in that. എന്തിനാണ് നമുക്ക് വിശ്വാസം വേണ്ടെന്നുള്ള 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. We'll turn to Hebrews 11 verse 6. 11-ാം അധ്യായം, ഇബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കാം. But without faith it is impossible to please him, for he who comes to God must believe that he is, and that he is a rewarder of those who diligently seek him. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. So if you don't have faith, it is impossible to please God. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. With faith you can believe in God. വിശ്വാസത്താൽ നമുക്ക് ദൈവത്തിൽ വിശ്വസിപ്പാൻ സാധിക്കുന്നുണ്ട്. We cannot see and believe we cannot see with our naked eyes. We cannot see God as of now. കണ്ണുകൊണ്ട്, നമ്മുടെ മാംസ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയില്ല. But believing that he is and who he says he is, അവനെ വിശ്വസിക്കുകയും അവൻ ആരെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുകയും ചെയ്യുവാൻ, it takes faith and that pleases God. അതിന് വിശ്വാസം ആവശ്യമുണ്ട്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്, പ്രസാദമുള്ള കാര്യമാണ്. When we look at chapter 11, we know it talks about faith. 11-ാം അധ്യായം മുഴുവനും വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. Faith at the dawn of the history, when God created the earth. ചരിത്രം തുടങ്ങിയ സമയത്ത് ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ
we see Abel is offering by faith, ആബേലിന്റെ യാഗം അത് വിശ്വാസത്താലുള്ള യാഗമാണ്. and God accepted it because he was pleased in that. ദൈവം അത് സ്വീകരിച്ചു, കാരണം ദൈവത്തിന് അത് പ്രസാദമായി. And later on we see by faith Enoch was taken away. പിന്നീട് നാം കാണുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. അവൻ വിശ്വാസത്താൽ എടുക്കപ്പെട്ടു. And later on we see that by faith Noah had warned the people of what was going to come. നോഹയും വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് വിശ്വാസത്താൽ അവരെ അറിയിച്ചു. And then we see that the faith of the patriarchs, starting from Abraham, അബ്രഹാം മുതലുള്ള പിതാക്കന്മാരെ കുറിച്ച് നാം കാണുന്നു അവരുടെ വിശ്വാസത്തെ കുറിച്ച്. the faith of the Moses and the other people mentioned in the Bible. മോശയെ കുറിച്ചും അവരുടെ അതുപോലുള്ളവരുടെയും വിശ്വാസത്തെ കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. So faith is needed in our life because it pleases God. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമെന്ന് ആണ്, കാരണം അത് ദൈവത്തിന്റെ പ്രസാദമാണ്. Second point I want to share is faith makes God to act. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസം ദൈവം പ്രവർത്തിപ്പാൻ കാരണമായി തീരുന്നു. Mark 2 verse 5. We'll turn to Mark മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ chapter 2 verse 5. 5-ാം വാക്യം വായിക്കാം. മർക്കോസ് 2:5. When Jesus saw their faith, he said to the paralytic, "Son, your sins are forgiven you." കർത്താവിന്റെ വിശ്വാസം കണ്ടിട്ട് മകനെ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. We see when Jesus saw the faith of the friends of the paralytic man, he moved on their behalf and healed that man. അവിടെ കൊണ്ടുവന്നതായിട്ടുള്ള ആളുകള്, ആ പക്ഷപാത രോഗിയെ കൊണ്ടുവന്നതായിട്ടുള്ള ആളുകളുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞിട്ട് അവനെ സൗഖ്യമാക്കി. We know there in the before verses we see that they came, many people were there, they were not able to enter the house. നാം കാണുന്നത് ഇങ്ങനെയാണ്, പലരും കടന്നു വന്നു, എന്നാൽ ആ വീട്ടില് ആൾക്കൂട്ടം ഉള്ളത് കൊണ്ട് അത് കടക്കുവാൻ കഴിഞ്ഞില്ല. And when they were not able to come to near him, they opened the roof of that house and lowered him. അവിടെ അകത്ത് കടക്കുവാൻ കഴിയാതെ വന്നപ്പോൾ മേൽക്കൂര പൊളിച്ച് അവനെ അവിടെ താഴേക്ക് ഇറക്കി. In the Gospels, if we see Matthew, Mark, and Luke, മത്തായി, മർക്കോസ്, ലൂക്കോസിനുള്ള സുവിശേഷങ്ങൾ കാണുമ്പോൾ we see most of the times when Jesus is doing the miracles or he's healing people, he does on the basis of faith. ആളുകളെ ഓരോരുത്തരെയും കർത്താവ് സൗഖ്യമാക്കുന്നത് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. He tells that your faith has made you well, or your sins are forgiven based on the faith. പലപ്പോഴും അവൻ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സൗഖ്യമാക്കിയിരിക്കപ്പെട്ടിരിക്കുന്നു. In John, there is not a single word of faith mentioned. യോഹന്നാന്റെ സുവിശേഷത്തിലാകട്ടെ ഇങ്ങനെയുള്ള വിശ്വാസത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. As Christians, we petition God. നാം പലപ്പോഴും വിശ്വാസികൾ എന്നുള്ള നിലയിൽ കർത്താവിനോട് അപേക്ഷിക്കാറുണ്ട്. We ask him to meet our needs or to heal our bodies. നാം പലപ്പോഴും കർത്താവിനോട് പറയേണ്ടത്, കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണം, ഞങ്ങളുടെ രോഗമൊക്കെ സൗഖ്യമാക്കണം. You should mend our relationships or you should give us wisdom. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നന്നാക്കുവാനും എനിക്ക് അതുപോലെ ബുദ്ധി തരുവാനും ഒക്കെ നാം പ്രാർത്ഥിക്കാറുണ്ട്. You ask God to act. You want to see the results then and there. നാം കർത്താവിനോട് പ്രവർത്തിക്കണമേ എന്ന് പറയുകയും അന്നേരം തന്നെ അതിന്റെ ഫലം കാണണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. But if we look into that, James chapter 1 verses 5 to 7, we know what by faith what you can do. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. Chapter 1 verses 5 to 7. 1-5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. That is, in terms of wisdom, it reads like this: If any of you lacks wisdom, let him ask of God, who gives to all liberally and without reproach, and it will be given to him. But let him ask in faith with no doubting, for he who doubts is like a wave of the sea, driven and tossed by the wind. 5-ാം വാക്യം, നിങ്ങളിൽ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നതിനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോട് യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമം. For let not that man suppose that he will receive anything from the Lord. അങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. If you were to ask anything, ask in faith. എന്തെങ്കിലും കർത്താവിനോട് ചോദിക്കണമെങ്കിൽ വിശ്വാസത്തോടുകൂടെ ചോദിക്കണം. It's not just you put an application, you put a petition that you want this and this, and God is going to simply answer that. ഒരു അപേക്ഷ സമർപ്പിക്കുക ആണ്, എനിക്കിത് ഇന്നത് വേണം, ആ ദൈവം തന്നോളും എന്ന് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. When you have faith in your life, God acts based on your faith. നിന്റെ ജീവിതത്തിൽ നിനക്ക് വിശ്വാസമുള്ളപ്പോൾ അതിന്റെ മേൽ കർത്താവ് പ്രവർത്തിക്കും. Why do you need faith? The third point is faith strengthens us during trials. നമ്മുടെ പരീക്ഷാ ഘട്ടങ്ങളിൽ ഈ വിശ്വാസം നമ്മെ ബലപ്പെടുത്തും. We live in this sinful world. ഈ പാപം നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. And we are sure that we are going to face the difficulties. ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് നാം അറിയുന്നു. But it is our faith which helps us to remain strong during those hard times. ഈ കഷ്ടതകളുടെ മധ്യേ ശക്തിയോടുകൂടി നിൽപ്പാൻ തക്കവണ്ണം ഈ വിശ്വാസമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. We have an enemy out there.
നമുക്ക് ആ പുറമേ ഒരു ശത്രുവുണ്ട്. And it is our faith that acts as a shield. അത് ഒരു നമുക്ക് ഒരു ഒരു പരിചയമായിട്ട് ഈ വിശ്വാസമാണ് നമുക്ക് പരിചയമായി. It is written in Ephesians 6 verse 16, we read like this: above all, taking the shield of faith, with which you will be able to quench all the fiery darts of the wicked one. എഫേസ്യർക്ക് ലേഖനം 6:16 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എല്ലാറ്റിനും മീതെ ദുഷ്ടന് തീയമ്പുകളെയൊക്കെയും കെടുക്കുവാനെ കൊണ്ട് വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിക്കും. If you have the shield of faith, you will be able to protect yourself from the schemes and the plots of the Satan. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിന്നാൽ ദുഷ്ടന്റെ തീയമ്പുകളെ എതിർക്കുവാനായിട്ട് സാധിക്കും. That is how faith helps us too. അങ്ങനെയാണ് വിശ്വാസം നമ്മെ രക്ഷിക്കുന്നത്. And also the last point, faith is what helps us through, it illuminates our pathway. നമ്മളുടെ വഴിക്ക് പ്രകാശം നൽകുന്നതും ഈ വിശ്വാസമാണ്. This world is filled with darkness. ഈ ലോകം മുഴുവൻ ഇരുണ്ടതാണ് നമ്മുടെ ചുറ്റും. And when we feel we are in the dark, even though we know we are in the light based on the word, but sometimes we feel in dark. ദൈവവചന പ്രകാരം നമുക്ക് പലപ്പോഴും വെളിച്ചമുണ്ട് എന്ന് നാം വിശ്വസിക്കാറുള്ളപ്പോഴും ചുറ്റുപാടും പലപ്പോഴും ഇരുട്ടുള്ളതായിട്ടാണ് നാം കാണുന്നത്. And it is this faith in us which gives us a strength in times of weakness. നമ്മുടെ ക്ഷീണാവസ്ഥയിൽ ഈ വിശ്വാസമാണ് നമുക്ക് പ്രകാശം നൽകി തരുന്നത്. As written in 2 Corinthians 5 verse 7. 2 കൊരിന്ത്യർ 5:7 വാക്യത്തില്: For we walk by faith and not by sight. നാം കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നടക്കുന്നത്. With this faith we walk. ഈ കാഴ്ചയാൽ വിശ്വാസത്താലത്രേ നാം നടക്കുന്നത്. It is related to the walking in our spiritual life. നമ്മുടെ ആത്മീയ നടപ്പിനെ കുറിച്ചാണ് പറയുന്നത്. And this is also one of the topics that I have shared in the past. പണ്ടൊരിക്കലും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. So these are the 4 points that reminds us of why we need faith and why we need to have an established faith in our lives. നമുക്ക് എന്തുകൊണ്ടാണ് വിശ്വാസം വേണമെന്നും എന്തുകൊണ്ടാണ് ശക്തിയായിട്ടുള്ള വിശ്വാസം, തെളിവുള്ള വിശ്വാസം വേണമെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. If we were to look into the whole of the Bible, there are 237 verses where faith is mentioned. 237 വാക്യങ്ങളാണ് വേദപുസ്തകത്തിൽ ഈ വിശ്വാസത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. And only 2 are mentioned in the Old Testament, Habakkuk and Deuteronomy. ഹബക്കൂക്കിലും ഡ്യൂട്രോണമിലും രണ്ട് ഭാഗത്തുമാണ് പഴയ നിയമങ്ങളിലുള്ളത്. But in the New Testament, it is mentioned 229 times. 229 പ്രാവശ്യവും പുതിയ നിയമത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. So faith helps us in our lives. അങ്ങനെ വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നമ്മെ നടത്തുന്നു. Now we have seen why do we need faith in our lives? How do we build up faith in our lives? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിച്ചു വരുന്നത്, എങ്ങനെ വളർത്തിയെടുക്കുന്നത് എന്ന് ചിന്തിക്കാം. We will read 2 verses on that. 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Romans 10 verse 17. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം വാക്യം. Romans 10 verse 17. So then faith comes by hearing, and hearing by the word of God. How do you build faith? എങ്ങനെയാണ് വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? Faith comes by hearing, and hearing the word of God. ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് മുഖാന്തരമാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. Second verse, 1 Corinthians chapter 2 verse 5. 2 കൊരിന്ത്യർ chapter 2 verse 5. 2:5 വാക്യം കൂടെ വായിച്ചോട്ടെ. That your faith should not be in the wisdom of men, but in the power of God. നമ്മുടെ വിശ്വാസം മനുഷ്യരുടെ അറിവിലല്ല, ദൈവത്തിൽ ഉള്ളതായിരിക്കണം. If your faith is not in the power of God, as we read earlier, someone will come and cheat you through philosophy and empty deceit. ദൈവത്തിൽ ഉള്ള വിശ്വാസം അവന്റെ ശക്തിയിലുള്ള വിശ്വാസമല്ല എങ്കിൽ നമ്മെ പലരും വഞ്ചിപ്പാനായിട്ട് ഇടയായിത്തീരും. As we had seen in Colossians 2 verse 8. കൊലോസ്യനിൽ നമ്മൾ അതാണ് കണ്ടത്. One more verse we will see, and that will be the answer for what is your faith if someone asks. നമ്മുടെ വിശ്വാസം എന്തെന്ന് ആരെങ്കിലും നമ്മോട് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ട്, നമുക്ക് ഒരു വാക്യം വായിക്കാം. And that verse was very common to all the people who had spent time in learning the word from Sabu uncle. സാബു അങ്ങള് ഈ വചനത്തിൽ പഠിപ്പിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. Galatians 2 verse 20. ഗലാത്യർക്കിലെ ലേഖനം 2:20. What is your faith? And the answer there is, I have been crucified with Christ. It is no longer I who live, but Christ lives in me. And the life which I now live in the flesh, I live by faith in the Son of God who loved me and gave himself for me. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവിൽ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ എന്റെ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിലുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നു. The life which I now live is by the faith in the Son of God. ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം കർത്താവ് യേശു ക്രിസ്തുവിൽ ദൈവത്തിനുള്ള വിശ്വാസത്താലത്രേ. I am generally active in social media. I don't know about all of you.
ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കാറുണ്ട്. So basically Instagram or Facebook, wherever you see, you get short videos there. ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയുള്ള വീഡിയോകളിലൊക്കെ ചെറിയ ഷോർട്ടുകൾ കാണാറുണ്ട്. And there you are able to interact with different types of people from different faiths, as different religions. പല വിശ്വാസത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടാനായിട്ട് ലഭിക്കാറുണ്ട്. So I was able to interact with some of the atheists. അതായത് അവിശ്വാസികളായിട്ടുള്ള ചില ആളുകള്, നിരീശ്വരവാദികളായിട്ടുള്ള ചില ആളുകളുമായിട്ട് ഇടപെടാനായിട്ട്. And some of the people who predominantly believe in the theory of evolution. എവല്യൂഷനിൽ വിശ്വസിക്കുന്ന ആളുകളെ അവരുമായിട്ടും ഇടപെടാനായിട്ട്. One of my professors was a person who believed in theory of evolution. എന്റെ ഒരു പ്രൊഫസർ തന്നെ ഈ തിയറി ഓഫ് എവല്യൂഷനിൽ വിശ്വസിക്കുന്ന ആളാണ്. Whenever he comes to teach, പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നത്. So whenever he comes to teach, he will start with his life story and evolution. താൻ പഠിപ്പിക്കാൻ വരുമ്പോൾ തന്റെ ജീവിതത്തെക്കുറിച്ചും അതിനുശേഷം ഈ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. He was a scientist. He had worked with Dr. APJ Abdul Kalam and all. ഒരു സയന്റിസ്റ്റ് ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ എന്റെ കൂടെ ഒക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. And when he'll work on the rockets, he'll say about the theory of evolution, about Earth and how everything has come. റോക്കറ്റ്സിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ലോകം ഉണ്ടായത്, അങ്ങനെ പരിണാമത്തെ കുറിച്ചൊക്കെ താൻ പറയാറുണ്ട്. Even if you were to talk to him about creation also, he wouldn't budge. നമ്മളെ സൃഷ്ടിയെ കുറിച്ച് പറയണമെങ്കിലും താൻ ശ്രദ്ധിക്കാറില്ല, സമ്മതിച്ചു തരാറില്ല. And other people whom I've interacted is with Muslims. മുസ്ലിങ്ങളുമായിട്ടും എനിക്ക് പലപ്പോഴും ഇന്ററാക്ട് ചെയ്യാനായിട്ടായിരുന്നു. And others are, not based on faith. They're atheists, but they'll argue on flat earth theory and all those things. ലോകം പരന്നതാണെന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉള്ള ചില ആളുകളുണ്ട്. അവരുമായിട്ടും എനിക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട്. And other people who believe that it is the aliens who came and established the human civilization. ചിലരൊക്കെ പറയുന്നത് അന്യജീവികൾ വന്നിട്ട് ഈ ലോകത്തിൽ വന്നിട്ട് അവരാണ് ഈ ലോകത്തിൽ ജീവൻ ഉണ്ടായത്. I have interacted with Hindus. ഹിന്ദുക്കളുമായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. Not the normal Hindus, they call themselves as Sanatanis. സനാതൻ എന്ന് പറയുന്ന അവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. And they will quote all their religious texts and they'll prove that their God is the supreme God. അവരെപ്പോഴും പറയുന്നത് പല വേദങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ദൈവമാണ് ഏറ്റവും വലിയത് എന്ന് അവരെപ്പോഴും തെളിയിക്കാൻ ശ്രമിക്കുന്നു. So when we live in this world, we ought to know what is our faith is. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ത് എന്ന് നാം അറിയേണ്ട ആവശ്യമുണ്ട്. If basically you were to talk to a Hindu, ഒരു ഹിന്ദുവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് we all have heard that there are 33 crore gods. 33 കോടി ദേവന്മാരുണ്ടെന്നാണ് നാം വിശ്വസിക്കുന്നത്. But if you were to ask them 33 koti Bhagwan, if they say it's 33 supreme gods, not 33 crores but 33 supreme gods, they'll say. അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും 33 കോടിയല്ല, 33 പ്രധാനപ്പെട്ട ദൈവങ്ങളുണ്ടെന്നാണ്. 33. They'll say that when Britishers came, they translated 33 koti. That koti word in Hindi they have translated to kodi, which means crores. ഇംഗ്ലീഷുകാരുടെ ട്രാൻസ്ലേഷൻ സമയത്താണ് ഇങ്ങനെ 33 കോടി എന്നുള്ളതായി തീർന്നത്. പ്രധാനപ്പെട്ട ദൈവങ്ങൾ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 33 പേര്. And all those things, they'll start with all the supreme gods and their work and all those things. ഈ അവരുടെ വലിയവനായ ദൈവത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ താൻ അവർ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. But if you were to tell them about any of their gods being risen again on the third day, they'll have no answer. എന്നാൽ മരിച്ച് ജീവിച്ച് ഉയർത്തുന്നതിന്റെ ഒരു ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉത്തരവില്ല. They'll say that their God is all the time living, they have not died. അവർ പറയുന്നത് എങ്ങനെയാണ് അവരുടെ ദൈവം എന്നും ജീവിച്ചിരിക്കുന്നു, അവർ ഒരിക്കലും മരിക്കത്തില്ല. You need to understand their view and their text first. അവരുടെ ചിന്താഗതികളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. So if you have the chance to read their text, please go and read that. അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ അവസരം കിട്ടിയാൽ ശ്രദ്ധിച്ച് വായിക്കണമാണ്. Has anybody of you read the Quran? ഖുർആൻ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? I had the opportunity. I have a copy of Quran and I'm reading it. എന്റെ ഒരു ഖുർആൻ ഉണ്ട്, ഞാൻ വായിക്കാറുണ്ട്. And in that, their faith or their religion is based on their works and not on their faith. Majority. അവരുടെ വിശ്വാസമൊക്കെയും പ്രവർത്തികളാലുള്ളതാണ്. Their faith tells them to face towards their sacred mosque at Mecca and pray 5 or how many times a day. മെക്കയിലേക്ക് മുഖം തിരിച്ചിട്ട് 5 പ്രാവശ്യം അവർ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു പഠിപ്പീര്. And they have other works also, including jihad. ജിഹാദ് പോലെയുള്ള മറ്റ് പല പ്രവർത്തനങ്ങളും ചെയ്യണം എന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. That is how they believe their faith works. അങ്ങനെയാണ് അവരുടെ വിശ്വാസം പ്രവർത്തിക്കുന്നത്. But if we were to look into our lives, our faith is not based on our works. നമ്മുടെ വിശ്വാസമാകട്ടെ നമ്മുടെ പ്രവർത്തികളിൽ ആസ്പദമായിട്ടുള്ളതല്ല. But if you look into faith also, faith without works is also dead. പ്രവർത്തികൾ ഇല്ലാത്ത വിശ്വാസവും അതും ചെത്തതാണ്.
We know when we come to worship, we take the verse, we have been saved by grace through faith. നാം ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മളെ വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള വാക്കുകളൊക്കെ വായിക്കാറുണ്ട്. That is how faith is, and we ought to have a strong faith in God. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, ആ വിശ്വാസം വളരെ വിലപ്പെട്ടതായിരിക്കണം. All these things which I shared here, I'm pretty sure you all know about it. You might have heard it before. ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞത്. But it's a reminder to all of you that our faith has to be well established, because we live in a world which has a wavering faith. ഈ ലോകത്തിൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലിക്കുന്നതായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു കാലത്ത് നാം ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസം സ്ഥിരതയുള്ളതായിരിക്കണം. Last week, the youth meeting, we have discussions. യൂത്ത് മീറ്റിംഗിനെ കുറിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങൾ മുമ്പ് ഉള്ള യൂത്ത് മീറ്റിംഗിൽ once in a month we have discussions, so anybody can talk on the topic which they like. ഇങ്ങനെ മാസത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഡിസ്കഷൻ ഉണ്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റിനെ കുറിച്ച് പറയാനായിട്ട്. So last week Alex uncle had led the discussion with one question. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം അലക്സ് അങ്കിൾ ഒരു ചോദ്യം കൊണ്ടാണ് ആ ഡിസ്കഷൻ തുടങ്ങിയത്. Why I am not a Catholic? എന്തുകൊണ്ടാണ് ഞാൻ കത്തോലിക്കനല്ല, ഇതായിരുന്നു ചോദ്യം. Or for that matter, add any denomination of Christianity. അങ്ങനെ ഏത് സഭാ വിഭാഗത്തിലും ഉള്ളവരെ കുറിച്ചും വേണമെങ്കിൽ ഈ ചോദ്യം ചോദിക്കാം. You add whether why I'm not a Mormon, or why I'm not a Seventh-day Adventist, anything you like. മോർമോണ് അല്ലെങ്കിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റിന് ഏത് സഭാ വിഭാഗത്തെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. And we had discussed what are the ordinances which the Catholic Church has. കത്തോലിക്കരുടെ കൂതാശകൾ എന്തൊക്കെയാണെന്നുള്ളതും ഞങ്ങൾ സംസാരിക്കുന്നു. And how it differentiates or how it separates us from them. അവരിൽ നിന്ന് നമുക്ക് എന്ത് വ്യത്യാസമാണെന്നുള്ളതും അവിടെ പറയുണ്ടായി. Then we'll understand what our faith is and how important our faith is. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ വിശ്വാസം എന്താണ്, അത് പ്രധാനപ്പെട്ടതാണ്. And ending, we ended the discussion with why I am a brethren, or why I am a believer. അവസാനം ഞങ്ങൾ ഇങ്ങനെയാണ് തീർത്തത്, ഞാൻ എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ബ്രദർ വിശ്വാസി ആയത് എന്നുള്ള പറഞ്ഞിട്ടാണ് ഞങ്ങൾ discussion തീർത്തത്. Each one of you seated here is that person I want to put forth. Why you are a brethren, or why you are a believer today? എന്തുകൊണ്ടാണ് നിങ്ങളെ ബ്രദറൻ വിശ്വാസിയായത് എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കണം. That's a question which you have to answer to yourself in the presence of God. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. The faith which pleases God, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം, the faith which makes God to act, ദൈവം പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിശ്വാസം, the faith which strengthens us during the trials, നമ്മുടെ പരീക്ഷാ വേളകളിൽ നമ്മെ ബലപ്പെടുത്തുന്ന വിശ്വാസം, and the faith which illuminates our paths. നമ്മുടെ വഴികളെ പ്രകാശിപ്പിക്കുന്ന വിശ്വാസം. May the Lord help us in the days to come that we may be able to have an established faith in His presence. വരുന്ന ദിവസങ്ങളിൽ ഒരു ഈ രീതിയിലുള്ള ഒരു സ്ഥിരമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ടാകുവാൻ ദൈവം. These are the times where faith is going to be tested. നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുവാനുള്ള സമയം വന്നിരിക്കുകയാണ്. May the Lord help us, and may we continue in His presence, and may we have an established faith. May God's name be praised. നാം ഇങ്ങനെ തുടരാം. ഈ രീതിയിലുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകുവാൻ ഇടയാകട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.